ഹായ് ഓൾ, എല്ലാവർക്കും ജീക്സ് PSC അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്നലെ നടന്ന ഓഗസ്റ്റ് 31/8/24 നടന്ന LDC പത്തനംതിട്ട, തൃശ്ശൂർ, കാസർഗോഡ് ഇതിലെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീ PSC സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതും പ്രകാരം ആൻസേഴ്സ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുവാണ്. ഇനി പരീക്ഷ ഉള്ളവരും അതിൽ PSC പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരും ഈ പ്രീവിയസ് ആയിട്ടുള്ള ഈ ക്വസ്റ്റ്യൻസുകൾ നോക്കി പഠിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 117/24 കോഡ് A കോഡാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. PSCയിൽ ഒരുപാട് പരീക്ഷയിലൊക്കെ മിക്കവാറും ക്വസ്റ്റ്യൻസൊക്കെ ഒരുപാട് റിപ്പീറ്റ് ചെയ്ത് വരാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഒക്കെ കാണുന്നവർ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, വിദ്യാപോഷിണി സഭ സ്ഥാപിച്ചത് ആരാണ്? വിദ്യാപോഷിണി സഭ സ്ഥാപിച്ചത് ആരാണ്? സഹോദരൻ അയ്യപ്പൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, നിയമലംഘന പ്രസ്ഥാനം നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. ആണല്ലോ, അതെ. നിയമലംഘന പ്രസ്ഥാനത്തിൽ ഏർപ്പെട്ട ജനങ്ങൾ ബ്രിട്ടീഷുകാരോട് സഹകരിക്കാതിരിക്കുക മാത്രമല്ല, അവർ കൊണ്ടുവന്ന നിയമങ്ങൾ എതിർക്കുകയും ചെയ്തു. നിയമം ലംഘിച്ചു. അപ്പോൾ അത് പറഞ്ഞിരിക്കുന്ന രണ്ടും ശരിയാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് 2 ശരിയാണ്, 2 തെറ്റാണ്, 1 തെറ്റാണ്, 2 ശരിയാണ്, ഇങ്ങനെയൊക്കെ ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ ഏതാണ്? നമുക്ക് വായിച്ചപ്പോഴേ മനസ്സിലായി 2 പ്രസ്താവനകളും ശരിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സ്ത്രീ സർവകലാശാല എവിടെ സ്ഥിതി ചെയ്യുന്നു? എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മഹാരാഷ്ട്രയിൽ. DK കാർവേയിൽ സ്ഥാപിച്ചത്. സ്വരാജ് പാർട്ടി സ്ഥാപിച്ചത് ആരാണ് സ്ഥാപിച്ചത്? CR ദാസും മോത്തിലാൽ നെഹ്റുവും. 5ാമത്തെ ക്വസ്റ്റ്യൻ, ഇംഗ്ലണ്ടിലെ രാജാവായ ജെയിംസ് രണ്ടാമൻ ഫ്രാൻസിലേക്ക് പലായനം ചെയ്തു. വില്യവും മേരിയും അധികാരത്തിൽ വന്നു. ഏതു സംഭവവുമായാണ് ഇവ ബന്ധപ്പെട്ടിരിക്കുന്നത്? ഏതാണ്? ഗ്ലോറിയസ് റവല്യൂഷൻ അല്ലേ? ഗ്ലോറിയസ് റവല്യൂഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 6, താഴെ പറയുന്നവയിൽ ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യം അല്ലാത്തത് ഏതാണ്? ലോക ജനതയുടെ ക്ഷേമം ഉറപ്പുവരുത്തുക, അന്താരാഷ്ട്ര സഹകരണത്തിന് വേദിയാകുക, അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും കാത്തുസൂക്ഷിക്കുക, അന്താരാഷ്ട്ര വ്യാപാരം നിയന്ത്രിക്കുക. അത് ഓപ്ഷൻ D ആണ്. ഈ ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യമല്ലാത്തത് അന്താരാഷ്ട്ര വ്യാപാരം നിയന്ത്രിക്കുക എന്നുള്ള ഇതിൻ്റെയായിരുന്നു വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ കേട്ടോ. 7, പ്രധാനമായും സിലിക്കേറ്റ് ധാതുക്കൾ അടങ്ങിയതും ഭൂമിയുടെ വ്യാപ്തിയുടെ 84% വരുന്നതുമായ ഭൂമിയുടെ പാളി ഏതാണ്? മാൻഡിൽ. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മണ്ണ് ഏതാണ്? ഇതൊക്കെ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. കറുത്ത മണ്ണാണ്. 9, ഡെക്കാൻ ട്രാപ്പ് എന്നറിയപ്പെടുന്ന ഭൂമിശാസ്ത്രപരമായ രൂപീകരണത്തെ ഇനി പറയുന്ന ഏത് പ്രസ്താവനയാണ് ശരിയായിട്ട് വിവരിക്കുന്നത്? 9ൻ്റെ ആൻസർ ഓപ്ഷൻ B ആണ്. ക്രിറ്റേഷ്യസ് കാലഘട്ടത്തിൻ്റെ അവസാനത്തിൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങളാൽ രൂപപ്പെട്ട ഒരു വലിയ അഗ്നി പ്രവിശ്യയാണിത്. 10ാമത്തെ ക്വസ്റ്റ്യൻ, ഏത് അന്തരീക്ഷ പാളിയിലാണ് ഓസോൺ പാളി കാണുന്നത്? ഇതൊക്കെ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. സ്ട്രാറ്റോസ്ഫിയർ. കേരളത്തിൽ പ്രധാനമായി കാണപ്പെടുന്നതും വിവിധ വ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന ടൈറ്റാനിയം ഡയോക്സൈഡ് പിഗ്മെൻറ്റിൻ്റെ ഉൽപ്പാദനത്തെ പിന്തുണയ്ക്കുന്നതുമായ ധാതു ഏതാണ്? ഇൽമനൈറ്റ്. 12, സർക്കാർ സംരംഭത്തിന് കീഴിൽ സ്വത്തുക്കളുടെ ജിയോ ടാഗിംഗ് പൂർത്തിയാക്കിയ ആദ്യത്തെ സംസ്ഥാനമെന്ന പദവി അടുത്തിടെ നേടിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കർണാടകയാണ്. ഇന്ത്യയിൽ 1ാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം എന്നാണ്? 1951. നീതി ആയോഗ് സ്ഥാപിതമായ വർഷം എന്നാണ്? 13ൻ്റെ ആൻസർ 2012. ഇന്ത്യയിൽ നടപ്പിലാക്കുന്ന പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണ്? സാമ്പത്തിക വളർച്ച, സാമൂഹിക സമത്വവും സ്വയം പര്യാപ്തതയും, ആധുനികവൽക്കരണം. പിന്നെ അപ്പോൾ ഇതെല്ലാം ശരി. അപ്പോൾ മുകളിൽ കൊടുക്കുന്നത് എല്ലാം. 16,
ഇന്ത്യയിൽ GDP കണക്കാക്കുന്നത് ആരാണ് കണക്കാക്കുന്നത്? CSO, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ. ഓക്കെ. 17 ഡിജിറ്റൽ സാക്ഷരതയും ഡിജിറ്റൽ അടിസ്ഥാന വികസനവും വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യൻ ഗവൺമെൻറ് തുടങ്ങിയ പുതിയ പദ്ധതിയുടെ പേരെന്താണ്? അപ്പോൾ എന്താണ് ആൻസർ വരുന്നത്? ഡിജിറ്റൽ ഇന്ത്യയാണ്. ഡിജിറ്റൽ സാക്ഷരതയും ഡിജിറ്റൽ അടിസ്ഥാന വികസനവും വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യൻ ഗവൺമെൻറ് തുടങ്ങിയ പുതിയ പദ്ധതിയുടെ പേരാണ് എന്ത്? ഡിജിറ്റൽ ഇന്ത്യ. 18 ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ MS സ്വാമിനാഥൻ. 19 നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ വൈസ് ചെയർപേഴ്സൺ ആരാണ്? 19 ഓപ്ഷൻ ബി ആണ്, സുമൻ ബെറി. 20 ഭരണഘടനയുടെ 42ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ് വരുന്നത്? ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ വരുന്നത്. 1, 3 സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നീ പദങ്ങൾ കൂട്ടിച്ചേർത്തു. അഖണ്ഡത എന്ന പദം കൂട്ടിച്ചേർത്തു. 21 താഴെ പറയുന്ന വനിതകളിൽ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗം അല്ലാത്തത് ആരാണ്? ഓപ്ഷൻ സി ആണ്, മക്കാമ ചെറിയാന്. 22 കൂടുതൽ അധികാരത്തോടു കൂടിയ കേന്ദ്ര ഗവൺമെൻറ് എന്ന ഇന്ത്യൻ ഫെഡറലിസം ഏത് ഭരണഘടനയുടെ സ്വാധീനത്താൽ രൂപപ്പെടുത്തിയതാണ്? 22 ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഇന്ത്യൻ ഫെഡറലിസം, കാനഡ. 23 ഇന്ത്യൻ ഉപരാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? 23 ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ്, 2ഉം 3ഉം മാത്രം. അപ്പം ലോകസഭയിലെ മുഴുവൻ എംപിമാർക്കും വോട്ടവകാശം ലഭിക്കുന്നു. രാജ്യസഭയിലെ മുഴുവൻ എംപിമാർക്കും വോട്ടവകാശം ലഭിക്കുന്നു. 24 കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനത്തെക്കുറിച്ച് പറയുന്നതിൽ സംസ്ഥാന ലിസ്റ്റിൽ പെടാത്ത വിഷയം ഏതാണ്? സംസ്ഥാന ലിസ്റ്റിൽ പെടാത്ത വിഷയം വനമാണ്. 25 അമേരിക്കൻ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് എത്ര വർഷത്തേക്കാണ് അമേരിക്കൻ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത്? 25 ആൻസർ ഓപ്ഷൻ സി ആണ്, 4 വർഷം. ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലായ അന്റോണിയോ ഗുട്ടറസ് ഏതു രാജ്യക്കാരനാണ്? 26 ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ്, പോർച്ചുഗൽ. 27 കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഘടനയെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. 27 ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, അധ്യക്ഷൻ മുഖ്യമന്ത്രിയാണ്. കാലക്രമത്തിൽ എഴുതുക. കൊച്ചി കുടിയായ്മ നിയമം, മലബാർ കുടിയായ്മ നിയമം, പണ്ടാരപ്പാട്ട വിളംബരം, കേരള സ്റ്റേറ്റ് ഓഫ് എവിഷൻ പ്രൊസീഡിംഗ് ആക്ട്. അപ്പോൾ 28 ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 29 2007 മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണവും ക്ഷേമവും നിയമത്തിലെ വകുപ്പുകളും അനുബന്ധ വ്യവസ്ഥകളും ഒക്കെ കണ്ടെത്താനാണ് 29 പറയുന്നത്. അതിൻ്റെ ആൻസർ വരുന്നത് കറക്റ്റ് ഓപ്ഷൻ സി ആണ്. 30 തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ കണ്ടെത്തുവാനാണ് പറഞ്ഞിരിക്കുന്നത്. 30 ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 31 കേരള സംസ്ഥാന സർവീസിലെ ഉദ്യോഗസ്ഥർക്ക് എതിരെയുള്ള ശിക്ഷണ നടപടികളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. 31 ആൻസർ ഓപ്ഷൻ ഡി ആണ്. 32 ആസാദി കാ അമൃത് മഹോത്സവവുമായി ബന്ധപ്പെട്ട് വനിതകൾക്കായി കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിച്ച സമ്പാദ്യ പദ്ധതി ഏതാണ്? മഹിളാ സമ്മാൻ സേവിംഗ് സർട്ടിഫിക്കറ്റ്. 33 2024 കേരള ബഡ്ജറ്റിൽ പരാമർശിച്ചിട്ടുള്ള ഉന്നതി മിഷൻ ആരുടെ ഉന്നമനം ലക്ഷ്യമാക്കിയിട്ടുള്ളതാണ്? 33 ആൻസർ ഓപ്ഷൻ എ ആണ്, പട്ടികവർഗ വിഭാഗങ്ങളുടെ. 34 കൃത്യമായ പ്രജനന കാലഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതാണ്? 34 ആൻസർ ഓപ്ഷൻ സി ആണ്, മെലാട്ടോണിൻ. 35 ഇന്ത്യയുടെ 3 ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ ഏതൊക്കെയാണ്? 35 ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ്, ഇന്തോ ബർമ, വടക്കിഴക്കൻ ഹിമാലയം, പശ്ചിമഘട്ടം. 36 താഴെ പറയുന്നവയിൽ ജീവകം സിയുടെ പ്രസ്താവന അല്ലാത്തത് ഏതാണ്? 36 ആൻസർ വരുന്ന ഓപ്ഷൻ എ ആണ്, പാൽ, മുട്ട എന്നിവയിൽ കാണുന്നു. 37 വർണ്ണാന്തതയുള്ളവരെ സൈന്യത്തിലോ ഡ്രൈവർ, പൈലറ്റ് മുതലായ ജോലികൾക്കോ തിരഞ്ഞെടുക്കാറില്ല. കാരണമെന്ത്? എന്തുകൊണ്ടാണ്? കോശങ്ങളുടെ തകരാറ് മൂലം ചുവപ്പ്, പച്ച നിറങ്ങൾ വേർതിരിച്ചറിയാൻ സാധിക്കാത്തത് കൊണ്ടാണ്.
38. മസ്തിഷ്കത്തിലെ വൈദ്യുതരങ്ങളെ രേഖപ്പെടുത്തുന്ന ഉപകരണം ഏതാണ്? EEG. 39. താഴെ പറയുന്നവയിൽ ടൈപ്പ് 2 പ്രമേഹത്തിന് അനുയോജ്യമല്ലാത്ത പ്രസ്താവന ഏതാണ്? 39 ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ്. മുകളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും തെറ്റാണ്. 40. കോവിഷീൽഡ് എന്ന COVID-19 വാക്സിൻ വിപണിയിൽ നിന്നും പിൻവലിച്ചു. ഈ വാക്സിൻ നിർമ്മിച്ച കമ്പനി ഏതാണ്? ആസ്ട്രാസെനെക്കയാണ്. പി ആണ്. 41. വംശനാശ ഭീഷണി നേരിടുന്ന ഏത് ജീവിയെ സംരക്ഷിക്കാനാണ് 2024 മെയ് മാസത്തിൽ മണിപ്പൂർ സർക്കാർ 30 ഏക്കർ പുൽമേട് അനുവദിച്ചത്? ഏതാണ്? പോളോപോണിയാണ്. പോളോപോണി. ഒരു വസ്തുവിന് സ്ഥാനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജമാണ് ഏതൂർജം? സ്ഥിതികോർജം. 43. ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ വക്രത ആരം 40 സെൻറ്റിമീറ്റർ ആണ്. ഈ ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം എത്രയാണ്? 20 സെൻറ്റിമീറ്റർ. 44. ഒരു ഹൈഡ്രോളിക് ജാക്കിൻ്റെ പ്രവർത്തനം എന്ത് നിയമത്തെ അടിസ്ഥാനമാക്കിയാണ്? എന്തിനെയാണ്? പാസ്കൽ നിയമം. 45. ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ റോവർ അറിയപ്പെടുന്ന പേരെന്താണ്? പ്രഗ്യാനാണ്. 46. ദ്രവ്യത്തിൻ്റെ 5ാമത്തെ അവസ്ഥ ഏതാണ്? ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. 47. ഗൺ മെറ്റലിൽ അടങ്ങിയിരിക്കുന്ന ലോഹങ്ങൾ ഏതൊക്കെയാണ്? കോപ്പർ, ടിന്ന്, സിങ്ക്. 48. ഉരുളക്കിഴങ്ങ് പോലുള്ള വിളകൾക്ക് അനുയോജ്യമായ മണ്ണിൻ്റെ pH എത്രയാണ്? 5 ആണ്. ഫ്രീസിംഗ് മിശ്രിതം ഉണ്ടാക്കുവാൻ ഉപയോഗിക്കുന്ന ലവണം ഏതാണ്? ടേബിൾ സാൾട്ടാണ്. 50. ദ്രവ്യത്തിൻ്റെ ഏതവസ്ഥയാണ് 2023 കണ്ടെത്തിയത്? ചിറാൽ ബോസ് ലിക്വിഡ് സ്റ്റേറ്റ് ആണ്. അടുത്തത് 51ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. 51. ഇലക്ട്രിക് കാറുകളിൽ ഉപയോഗിക്കുന്ന ബാറ്ററികളിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന മൂലകം ഏതാണ്? ലിഥിയമാണ്. 52. ചേരുംപടി ചേർക്കാനാണ്. 52ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 53. ഇരയിമൻ തമ്പിയുടെ ആട്ടക്കഥകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? 53ൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ്. തോരണ യുദ്ധമാണ്. 54. ചേരുംപടി ചേർക്കാനാണ്. 54ൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. 55. മുസരീസ് പൈതൃക പദ്ധതിയുമായി ബന്ധപ്പെടാത്തത് ഏതാണ്? 55ൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ്. സെൻറ്റ് ഫ്രാൻസിസ് പള്ളി, ഫോർട്ട് കൊച്ചി. 56. ധ്യാൻചന്ദ് പുരസ്കാരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാനാണ് 56 പറയുന്നത്. ഓപ്ഷൻ ഡി ആണ്. എല്ലാം തെറ്റാണ് കേട്ടോ. 57. കേരള സർക്കാർ അവതരിപ്പിക്കുന്ന ജീവാനന്ദം പദ്ധതിയെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് 57 പറയുന്നത്. ഓപ്ഷൻ എ ആണ്. സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്നും നിശ്ചിത തുക ഈടാക്കാനും വിരമിച്ച ശേഷം മാസം തോറും തുക തിരികെ നൽകാനും ലക്ഷ്യമിടുന്ന പദ്ധതിയാണ്. 58. ആരോഗ്യകിരണം പദ്ധതിയുടെ ഗുണഭോക്താക്കളുടെ പ്രായപരിധി എത്രയാണ്? 58ന് ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ്. 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾ. 59. ഏറ്റവും വേഗതയേറിയ ട്രാൻസ്മിഷൻ മീഡിയ ഏതാണോ? 59ന് ആൻസർ ഓപ്ഷൻ സി ആണ്. ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ. 60. സൈബർ ആക്രമണങ്ങൾ തടയുന്നതിനായി ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം രൂപകൽപ്പന ചെയ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്? മായ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. 61. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. താഴെ പറയുന്നവയിൽ ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസിന് ഉദാഹരണം ഏതാണ്? 62ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. ബ്ലൂ റേ ഡിസ്ക് ആണ്. 63. ഇമെയിലിൻ്റെ കാര്യത്തിൽ ശരിയല്ലാത്ത പ്രസ്താവന ഓപ്ഷൻ സി ആണ്. ഇമെയിൽ വഴി വൈറസ് വ്യാപനം വരുന്നില്ല എന്നുള്ളതാണ്. പോക്സോ നിയമം നിലവിൽ വന്നത് ഏത് വർഷമാണ്? 2012. 65. ഉപഭോക്തൃ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 കീഴിൽ സ്ഥാപിതമായ ബോഡികൾ ഏതാണ്? 65ന് ആൻസർ പറയുന്നത്
ഓപ്ഷൻ ബി ആണ്. 66 ഗാർഹിക പീഡനങ്ങളിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം 2005 നിയമത്തിൻ്റെ കീഴിൽ ഒരു പീഡനത്തിനെതിരെ ഒരാൾക്ക് ഏത് തരത്തിലുള്ള ആശ്വാസം തേടാനാകും? 66ൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ്. 67ൻ്റെ ആൻസർ ഓപ്ഷൻ സി വരുന്നു. 68ൻ്റെ ആൻസർ വരുന്നതും ഓപ്ഷൻ സി ആണ്. 69 ഡി ആണ് വരുന്നത്. 70 ഏതാണ് വരുന്നത്? ഓപ്ഷൻ സി ആണ് വരുന്നത്. 71ൻ്റെ ആൻസർ വരുന്നത് മാത്സ് ആണ്. 71 ഓപ്ഷൻ ഡി വരുന്നു. 72 ബി വരുന്നു. 73 എ ആണ് വരുന്നത്. 74ൻ്റെ ആൻസർ ബി ആണ് വരുന്നത്. 75 എ ആണ് വരുന്നത്. 76ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 77ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 78ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി വരുന്നു. 79 ഓപ്ഷൻ എ ആണ് വരുന്നത്. 80ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 81 ഓപ്ഷൻ സി വരുന്നു. 82 ഓപ്ഷൻ ബി ആണ്. 83ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 84 ഓപ്ഷൻ എ ആണ് വരുന്നത്. 85 ഓപ്ഷൻ സി വരുന്നു. 86ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 87 ഓപ്ഷൻ ബി ആണ്. 88 ആൻസർ വരുന്ന ഓപ്ഷൻ എ ആണ്. 89 ഓപ്ഷൻ എ ആണ്. 90 ഓപ്ഷൻ എ തന്നെയാണ് വരുന്നത്. 91ൻ്റെ ആൻസർ വരുന്നത് 91 മലയാളമായി ഓപ്ഷൻ ബി ആണ് വരുന്നത്. 92 ഓപ്ഷൻ സി ആണ് വരുന്നത്. 93 ഓപ്ഷൻ സി വരുന്നു. 94ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 95 ഓപ്ഷൻ ബി വരുന്നു. 96 ഓപ്ഷൻ ബി ആണ് വരുന്നത്. 97ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 98 ഓപ്ഷൻ എ ആണ് വരുന്നത്. 99 ഓപ്ഷൻ ഡി വരുന്നു. 100ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. അപ്പം അറിയത്തില്ലാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എഴുതി വെച്ച് തന്നെ പഠിക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.